എക്സാം ഹാളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ട്രിക്കുകളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ട് അല്ലേ? മറ്റു ടോപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പേഴ്സ് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യണത് എന്നുള്ള രീതിയിലുള്ള ട്രിക്കുകൾ അവർ ഓപ്പൺ ചെയ്യാറില്ല, ഇല്ലല്ലോ. അവർക്ക് അറിയാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, മാത്സിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അത് ആരുമായിട്ട് ഷെയർ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ആ ട്രിക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒരു 7 ട്രിക്കുകൾ ഉണ്ട്. ഈ 7 ട്രിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി വെച്ചാൽ എക്സാമിന് നിങ്ങളായിരിക്കും ഫസ്റ്റ് ടോപ്പ് ആയിട്ടുള്ള ഫസ്റ്റ് ട്രിക്കാണിത്. ദ 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കാനിങ്. എന്താണ് 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കാൻ എന്ന് ഉദ്ദേശിച്ചത്? പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഇപ്പൊ 6 ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഈസി ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉണ്ടാവുമല്ലോ. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൽ അറിയാത്ത ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പൊ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ട്രിക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഈസി ആണോ ഹാർഡ് ആണോ എന്ന് സെലക്ട് ചെയ്ത്, ഈസി ആണെങ്കിൽ ആദ്യം അത് ചെയ്യാം, ഹാർഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ചെയ്യുന്നു. എന്ത് ചെയ്തു? ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുന്നത്? അതിലൂടെ നമുക്ക് കോൺഫിഡൻസ് ഇംപ്രൂവ്ഡ് ആവും അല്ലെ? ആദ്യം തന്നെ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഈ എക്സാം പാസ്സാവാൻ പറ്റില്ല എന്നുള്ള രീതിയിലും മൈൻഡ് പോകും. അതല്ല, ഈസി ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്ന കോൺഫിഡൻസ് വരും. ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമ്മുടെ മാർക്ക് പോവില്ല അല്ലെ? ആ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ 5 മാർക്ക് ആണെങ്കിൽ ആ 5 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ദി ഫോർമുല ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾക്ക് ആ ഫോർമുല കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുലയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്. പിന്നീട് പിക്ചറൈസ് ചെയ്യാൻ നോക്കാം. ആ ഫോർമുല അറിയാം, ഇനി അതല്ല പിക്ചർ അറിയുമെങ്കിൽ ആ പിക്ചർ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എത്തും. എന്തെങ്കിൽ ഫോർമുല ആദ്യം തന്നെ എഴുതി വെക്കാം. ഇൻ കേസ് ഫോർമുല അല്ല പഠിക്കാനുള്ളത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 5th പഠിച്ചിട്ടുണ്ട് ദ പ്രൊഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഏരിയ എന്ന് പറയാം. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നും പറയാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിച്ചേ ആ രീതിയിൽ. ഇനി അതല്ല, കൗണ്ട് ദി സ്മോൾ സ്ക്വയേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് മൂന്നും സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരൊറ്റ കോൺസെപ്റ്റ് അതിൽ എഴുതി വെക്കാം. നെക്സ്റ്റ്, വാട്ട്സ് ദി ഫൈനൽ ആൻസർ. നമുക്ക് എല്ലാ ആൻസറും കിട്ടി. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഹൈലൈറ്റ് ചെയ്തതിലേക്ക് ആദ്യം കോൺസെൻട്രേഷൻ പോകും അല്ലെ? നോക്കുന്ന ടീച്ചറുടെ കോൺസെൻട്രേഷൻ ആദ്യം എവിടേക്ക് പോവും, എന്താണ് നിങ്ങൾ ആൻസർ എഴുതിയത് അതിലേക്കാണ് പോവുക. മാത്സിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാം. ഇപ്പോൾ ഏരിയ കാണാൻ ഒരു ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അവൻ എന്ത് ചെയ്തു, കാൽക്കുലേഷൻ ഒക്കെ ബ്രെയിനിൽ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ മാത്രം ഏരിയ മാത്രം എടുത്ത് എഴുതി. എന്താ സംഭവിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏരിയയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ അതിനൊരു പ്ലസ് പോയിന്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 3-4 ആണെങ്കിൽ 3x4 എന്ന് എഴുതാം. എന്നിട്ട് 3x4 12. ഇനി യൂണിറ്റ് എഴുതാം, cm². അങ്ങനെ എഴുതുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ പേപ്പറിലുണ്ട്. ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് അധികം ലോസ് ആവില്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. യൂസ് നീറ്റ് റഫർ. നെക്സ്റ്റ്, ദ 2 minutes റീചെക്ക്. നമ്മൾ എന്ത് എഴുതിയാലും അതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് അതിന്റെ എല്ലാ എക്സാമും കഴിഞ്ഞു, ടീച്ചറെ പേപ്പർ എന്ന് പറയാതെ നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ്, പ്ലസ് ഇടുന്നതിന് പ്ലസ് തന്നെ ഇട്ടു, മൈനസ് ഇടുന്നതിന് മൈനസ് ഇട്ടു, അതുപോലെ യൂണിറ്റ് കൃത്യമായിട്ട് ഇടാനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ സമയം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ
എന്താണ് ഞാൻ എഴുതി വെച്ചതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അതാണ് എന്ത് 2 മിനിറ്റ് റീചെക്ക് റൂള്. നെക്സ്റ്റ്, നെവർ ലീവ് ഇറ്റ് ബ്ലാങ്ക്. നമുക്ക് ക്വസ്റ്റ്യൻസ് വിടാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻസ്. നമ്മൾ സ്കിപ്പ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, അതെനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ സ്കിപ്പ് ചെയ്തിട്ട് അത് ആ പേപ്പറെ കൊടുക്കാതെ 4 ക്വസ്റ്റ്യനെ ഞാൻ എഴുതുന്നുള്ളൂ, 2 സ്കിപ്പാക്കി കാരണം അത് ഹാർഡല്ലേ എന്നുള്ള രീതിയിൽ കൊടുക്കാതെ നിങ്ങൾക്ക് എന്തറിയോ അത് എഴുതാം. ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻസോ തോട്ടോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ ഒരു ഹാഫ് മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് തോന്നണം. ടീച്ചർക്ക് എന്ത് തോന്നണം? ഒരു ഹാഫ് മാർക്ക്. ആ ഇക്വേഷൻ എഴുതിയതല്ലേ പാവം, ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഹാഫ് മാർക്ക് കൊടുക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ചെയ്തു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അതെന്താവും, ചിലപ്പോൾ ശരിയായിട്ടും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അടുത്ത ടോപ്പ്.